ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയെ ഒറ്റിക്കൊടുത്തപ്പോൾ യൂദാസിന് ലഭിക്കുന്നത് 30 വെള്ളിക്കാശാണ്. മോശമല്ലാത്ത ഒരു തുക. പക്ഷേ അത് ഒരു വിധത്തിലും അവന് പ്രയോജനപ്പെടുന്നില്ല, അവനെന്നല്ല ആർക്കും. അവസാനം മരിച്ചു പോകുന്ന വിദേശികളെ സംസ്കരിക്കാനായിട്ട് വാങ്ങപ്പെടുന്ന പറമ്പിൻ്റെ വിലയായിട്ട് അത് നൽകപ്പെടുകയാണ്. വാങ്ങിയ ആൾക്കോ കൊടുത്ത ആളുകൾക്കോ ഉപകാരമില്ലാതെ പോകുന്ന 30 വെള്ളിക്കാശ്. പലപ്പോഴും ദൈവത്തിന് കൊടുക്കേണ്ട സമയവും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനവും ദൈവത്തിന് കൊടുക്കേണ്ട ഇടങ്ങളുമെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ, പകരമായിട്ട് എന്തെങ്കിലുമൊക്കെ ലഭിക്കുമെന്ന് നമ്മൾ വ്യാമോഹിക്കുമ്പോൾ അവസാനം നമുക്ക് ഒന്നും ലഭിക്കുന്നില്ല. ദൈവത്തിന് കൊടുക്കേണ്ടതായ പ്രാർത്ഥനയോ കൊടുക്കേണ്ടതായ പരിഗണനയോ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട സ്ഥാനമോ കൊടുക്കാതെ അതിൽ നിന്ന് മാറി ലൗകികമായ ഭൗതികമായവയുടെ പിന്നാലെ നമ്മൾ ഓടുമ്പോൾ പലപ്പോഴും എന്തെങ്കിലുമൊക്കെ ലാഭമുണ്ടാകുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ആത്യന്തികമായിട്ട് നമുക്കുണ്ടാകുന്നത് നഷ്ടങ്ങളാണ്. യൂദാസിൻ്റെ വെള്ളിക്കാശ് ആർക്കുമില്ലാതായി പോയതുപോലെ ദൈവത്തിന് കൊടുക്കേണ്ട സമയത്തിലും ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനത്തിലുമൊക്കെ നമ്മൾ കുറവ് വരുത്തുമ്പോൾ, അതിൽ നിന്ന് ഭൗതികമായ ലാഭമുണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ സാവധാനം നമ്മൾ തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. കർത്താവിന് കൊടുക്കാതിരുന്നപ്പോൾ നമുക്കുണ്ടാകുന്നത് വലിയ വലിയ നഷ്ടങ്ങളാണ്. ഈ നോമ്പുകാലം ഒരു വിചിന്തനത്തിന് നമ്മളെ ക്ഷണിക്കുന്നുണ്ട്. ദൈവത്തിന് കൊടുക്കേണ്ട സമയവും സ്ഥാനവും ഊർജവുമെല്ലാം കൃത്യമായ അളവിൽ കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ഇനി ഏതാനും ദിവസങ്ങൾ കൂടെ ബാക്കിയുള്ളൂ. കർത്താവിന് കൊടുക്കേണ്ട സമയം, കർത്താവിന് കൊടുക്കേണ്ട സ്ഥാനം, കർത്താവിന് കൊടുക്കേണ്ട പരിഗണന അത് കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കട്ടെ. 30 വെള്ളി നാണയങ്ങൾക്ക് വേണ്ടി ഒറ്റിക്കൊടുക്കപ്പെടുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമാകട്ടെ. ഈശോ മിശിഹായെ ഞങ്ങളങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു.